മറ്റൊരിക്കൽ ഒരു ഉച്ച സമയത്ത്, നമസ്കാരത്തിൻ്റെ സമയമല്ലാത്ത നേരത്ത്, അധികം ആരും പള്ളിയിൽ വരാത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് കടന്നു വരിക. നോക്കുമ്പോൾ പള്ളിയിൽ അൻസാരിയായ ഒരു സഹാബി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു മൂലയിൽ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇവ ഞങ്ങൾക്ക് മനസ്സിലായി അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഇരുത്തം കണ്ടപ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്, എന്തോ ഒരു വിഷമമുണ്ടെന്ന്. ഓടിപ്പോയി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പിന്നെ ഇരിക്കപ്പുറതി ഇല്ലാതെ ആകുന്ന ഒരു റസൂലാണ് നിങ്ങളുടെ റസൂൽ. സമാധാനം പോകും നിമിതങ്ങളുടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ അതാണ് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിമിതങ്ങൾ ഓടി അബൂ ഉമാമയുടെ അടുക്കലേക്ക് പോയിട്ട്, അബൂ ഉമാമ മാലി അറാക ജാലിസൻ ഗൈറ വഖ്തി സലാത്തിൻ. അബൂ ഉമാമ എന്തു പറ്റി? നമസ്കാരത്തിന്റെ സമയമല്ലല്ലോ, പിന്നെ എന്തിനാണ് നീ പള്ളിയിൽ ഇരിക്കുന്നത്? എന്തെങ്കിലും വിഷമമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, വേദനയുണ്ടോ, പ്രയാസമുണ്ടോ? അദ്ദേഹം വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു, ഹുമൂമുൻ ലസിമത്തിനി വദുയൂനുൻ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, ഒരുപാട് കടങ്ങൾ, ഒരുപാട് ടെൻഷനുകൾ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വീട്ടിൽ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് വിഷമം കൊണ്ട് ഞാൻ പള്ളിയിൽ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കടം വീട്ടാനുള്ള പണം തന്റെ കീശയിൽ നിന്ന് എടുത്തു കൊടുക്കാനില്ലായിരുന്നെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉയർന്ന സ്വഭാവ ഗുണമുണ്ടായിരുന്നു. നബി തങ്ങൾ ആ സഹാബിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു, അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് പതുക്കെ തടവി. എന്നിട്ട് അദ്ദേഹത്തോട് സ്നേഹത്തോടെ ചോദിച്ചു, അഫല ഉഅല്ലിമുക കലാമൻ ഇദാ ഖുൽതഹു അദ്ഹബല്ലാഹു ഹമ്മക വഖളഅ അൻക ദൈനക. ഞാൻ നിനക്ക് കുറച്ച് കലിമാത്തുകൾ പഠിപ്പിച്ചു തരാം, കുറച്ച് വാക്കുകൾ പഠിപ്പിച്ചു തരാം. അത് രാവിലെയും വൈകുന്നേരവും നീ പറഞ്ഞാൽ അള്ളാഹു നിന്റെ ടെൻഷനും മാറ്റിത്തരും, നിന്റെ കടവും വീട്ടിത്തരും. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഖുൽ ഇദാ അസ്ബഹത വഇദാ അംസൈത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്ന സഹിഹായ ഹദീസാണ്. ഒരു ദുആ നബി തങ്ങൾ പറഞ്ഞു. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹ്രി റിജാൽ. അദ്ദേഹത്തിന്റെ ആ വിഷമവും കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം പറയാ, ഫഅൽതു ദാലിക്. നബി തങ്ങൾ ഉപദേശിച്ചതുപോലെ രാവിലെയും വൈകുന്നേരവും ആ ദുആ പറയാൻ ഞാൻ ആരംഭിച്ചു. ഫഅദ്ഹബല്ലാഹു തആല ഹമ്മി വഗമ്മി വഖളഅ അന്നി ദൈനി. എൻ്റെ ടെൻഷനും ഡിപ്രഷനും ഒക്കെ അള്ളാഹു മാറ്റി തന്നു, എൻ്റെ കടവും അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി തന്നു, വീട്ടി തന്നു എന്ന് അദ്ദേഹം പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രത്യേകത, സഹാബാക്കളുടെ മുഖം നോക്കി തന്നെ അവർ ഏതൊരു വിഷമത്തിലാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായിരുന്നു.